ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു ചോക്ലേറ്റ് ലെയർ പുഡിംഗ് ഡെസേർട്ടാണ്. ഇത് ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും പിന്നെ 2 തരം സോസും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റി ആൻഡ് യമ്മി ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് ഒരു 1/2 kg അളവിലാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടത് 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് തരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരു 6 ഇഞ്ച് പാനിലാണ്. അപ്പം അതിനനുസരിച്ചിട്ട് കേക്കിൻ്റെ ബാറ്റർ എടുക്കാൻ വേണ്ടി നോക്കുക. വലിയ പാനാണെങ്കിൽ നമുക്കിത് ഡബിൾ ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പം പഞ്ചസാര പൊടിച്ചതിന് ശേഷം 1/4 കപ്പ് അളന്നെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് കോഫി മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് കോഫി പൗഡറും പിന്നെ ഒരു 6 ടേബിൾ സ്പൂണ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ നേരത്തെ ചൂടാക്കിയാലും മതി. അപ്പോൾ 1/2 ടീസ്പൂണ് കോഫി പൗഡറും ഒരു 6 ടേബിൾ സ്പൂണ് നല്ല തിളച്ച വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടിയത് ഒരു മുട്ടാണ്. തണുപ്പില്ലാത്ത ഒരു മുട്ട ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ സാധാ സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ മുട്ട ഒന്നൊന്ന് ബീറ്റായിട്ട് വന്നാൽ മതി. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് കൊണ്ടും നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. എന്നിട്ട് 1-2-3 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ബാറ്റർ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ലോ സ്പീഡിലാണ് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബാക്കി എല്ലാ സ്റ്റെപ്പും ലോ സ്പീഡിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഇതാ ഓയിലും എഗ്ഗും കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് പൊടിയും അതുപോലെ തന്നെ കോഫീൻ്റെ മിക്സ്ചറും ബാച്ച് ബൈ ബാച്ച് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോ സ്പീഡിൽ. നമ്മൾ കോഫീൻ്റെ മിക്സ്ചർ കുറച്ച് ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ മാറി മാറി രണ്ടും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കേക്ക് നമുക്ക് സാധാ ലെയറാക്കിയിട്ടുള്ള ക്രീം കേക്ക് ഉണ്ടാക്കാനും ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എന്തായാലും ഫെയിൽ പ്രൂഫാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. സാധാ സ്പോഞ്ച് കേക്കല്ല, ഒന്നും കൂടി ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സാധാരണ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ പൊടികളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തതിനെ കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വിനെഗർ കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം മാത്രം വിനെഗർ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ സ്പീഡിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് ഒരു സ്പാച്ചിലോ സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് ഈ ബാറ്റർ ഒന്ന് സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ തന്നെ ഓവൻ ആണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക, ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലും പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു മിക്സും കൂടി കൊടുത്തിട്ട് നമുക്കിത് കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 6 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് എടുത്തത്. അതിലേക്ക് നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ ഹൈറ്റിൽ കേക്ക് കിട്ടിയാൽ മതി. കാരണം ലെയർ പുഡിംഗ് അല്ലേ.
അപ്പോൾ അത്ര ഹൈറ്റ് വേണ്ട. അപ്പം നമ്മൾ ഹൈറ്റ് നോക്കിയിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് അധികം ഒന്നും കൂടി ചെറിയ ടിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബാറ്റർ കൊണ്ട് കപ്പ് കേക്കോ അല്ലെങ്കിൽ വേറൊരു ബൗളിലൊക്കെ കേക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. നമ്മൾ ബാറ്റർ പാത്രം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഈ ഒരു അളവിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തതിനെ കൊണ്ട് ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കും, അപ്പോൾ ഹൈറ്റ് കറക്റ്റ് ആവും. അപ്പോൾ അതാ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കേക്കൊക്കെ നല്ല വൃത്തിക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സൂപ്പർ മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ചൂട് നല്ലോണം തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. കേക്ക് നമുക്ക് ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യാണ്ട് ഇതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പം ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് നല്ലോണം ഒന്ന് ചൂട് തണിയുന്നത് വരെ വെയിറ്റ് ചെയ്ത് വെക്കാം. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്കാണ്. ഈ ഒരു ഹൈറ്റ് വേണ്ടെങ്കിൽ നമുക്ക് ബാറ്റർ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ 6 ഇഞ്ച് ടിന്നിലാണ് നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കേക്കിൻ്റെ മുകളിലത്തെ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1:2 റേഷ്യോയിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മതി, ഇതൊന്നൊന്ന് വെറ്റ് ചെയ്തെടുത്താൻ വേണ്ടി മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് പിന്നെ വെള്ളവും ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഷുഗർ സിറപ്പിന്. എന്നിട്ട് ഇതിലേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി വേണ്ടിയത് നമുക്ക് കുറച്ച് ഗണാശ ഉണ്ടാക്കണം. അതിലേക്ക് ഞാനിപ്പം 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 80 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്താലും മതി, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാനിപ്പം ഓവനിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ ഗണാശ റെഡി ആയിട്ടുണ്ട്. ഓവനിൽ വെച്ച് നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റോപ്പിൽ ഡബിൾ ബോയിൽ ചെയ്താലും മതി. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഇനി എല്ലാം ഒന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ കേക്ക് ചൂട് തണിഞ്ഞ് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഒന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള സോസസ് റെഡിയാക്കണം. അപ്പോൾ ഞാനിപ്പം വൈറ്റ് ചോക്ലേറ്റിൻ്റെ സോസും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ സോസുമാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. നമ്മൾ ഈ പുഡിങ്ങിലേക്കും ഒക്കെ പറ്റിയ നല്ലൊരു സോസാണ്. നമുക്ക് ചോക്ലേറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഈ സോസ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് പാലും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും, ഉപ്പില്ലാത്ത ബട്ടറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലിപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതാ ഇതിലേക്ക് 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. കോൺഫ്ലവർ ചേർത്തതിനെ കൊണ്ട് നമുക്ക് നല്ലൊരു സോസ് രൂപത്തിൽ ഈ ഒരു മിക്സ്ചർ കിട്ടും. അതുവരെ ഒന്ന് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോക്ലേറ്റ് നിർബന്ധമില്ല. ഞാനിപ്പോൾ ഉള്ളതിനെ കൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഇട്ടുന്നേ ഉള്ളൂ, ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. വൈറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം ഒരു 4 to 5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതാ നല്ലോണം ഈ ബട്ടറും ചോക്ലേറ്റൊക്കെ മെൽറ്റായി ഇതൊന്ന് കുറുകി വരുന്നത് വരെ കൈയെടുക്കാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സോസ് നമുക്ക് പുഡിങ്ങിലേക്കും അതേപോലെ ബിസ്ക്കറ്റ് പുഡിങ് അങ്ങനത്തെ എല്ലാ പുഡിങ്ങിലേക്കൊക്കെ പറ്റിയ നല്ലൊരു സോസാണ്. നമുക്ക് സെപ്പറേറ്റ് എല്ലാ മിക്സ്ചറിലേക്കും പറ്റിയ നല്ലൊരു സോസ് റെസിപ്പിയാണ്. അപ്പോൾ അതാ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു സോസും തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ സോസിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടിയത്. ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാം. അതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് അൺസോൾട്ടഡ് ബട്ടറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും
പിന്നെ ഒരു 4 to 5 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ കൊക്കോ പൗഡർ മാത്രം യൂസ് ചെയ്താൽ മതി. കൊക്കോ പൗഡർ കുറച്ച് അധികം എടുത്താൽ മതി. ഇതിൽ ഞാനിപ്പോൾ 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടിയാണ് യൂസ് ചെയ്തത്. ചോക്ലേറ്റ് നിർബന്ധമില്ല, നമുക്ക് കൊക്കോ പൗഡർ ഒരു 4 to 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാം. പിന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നല്ലോണം നേരത്തെ ചെയ്ത പോലെ തന്നെ കുറുക്കിയെടുക്കുക. നല്ലോണം ആദ്യം ഒരു മിക്സ് കൊടുക്കുക. പിന്നെ ചോക്ലേറ്റും ബട്ടറും ഒക്കെ മെൽറ്റായി വന്നോളും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കുക. കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വന്നിട്ട് നല്ല കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചോക്ലേറ്റ് സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട്. നല്ലോണം തിളച്ചിട്ട് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഇല്ല, ഞാൻ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗണാശയില്ലേ ചോക്ലേറ്റിൻ്റെ, അത് ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. നമുക്കൊരു ചോക്ലേറ്റ് മൂസ് റെഡിയാക്കി എടുക്കാനാണ്. കേക്കിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ലെയറാണ് കൊടുക്കുന്നത്. ക്രീമും ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഗണാശയും കൂടിയുള്ള ഒരു ലെയറാണ് കേക്കിൻ്റെ മുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മളെ ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കേക്ക് നല്ലോണം സോക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മളെ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗണാശയിൽ ബാക്കി വരുന്നത് ഒഴിച്ച് കൊടുക്കണം. ഞാനിതിൽ ഒഴിച്ചിട്ടില്ല. നമുക്ക് ആ ഗണാശയെ നമ്മൾ 3-4 ടേബിൾ സ്പൂണാണ് ക്രീമിലേക്ക് എടുത്തത്. ബാക്കി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്താൽ വേണ്ടി മതി. അപ്പോൾ നമ്മൾ ക്രീം ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആദ്യം ചോക്ലേറ്റ് സോസ് ചൂടൊക്കെ പോയതാണ്, നല്ലോണം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞതാണ്. അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. ഈ ചോക്ലേറ്റ് സോസ് ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷമാണ് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സായി പോവും. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കൊരു ഫ്രിഡ്ജിൽ ഒരു കുറച്ച് നേരം വെച്ചാൽ മതി, ഒരു 10-15 മിനിറ്റ് വരെ വെച്ചാൽ മതി. അപ്പം സെറ്റാവും. ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് സോസ് ഒഴിച്ച് കൊടുക്കുക. അതും ഈവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി സ്മൂത്ത് ടെക്സ്ചർ കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈവനായിട്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു അരിപ്പയിലേക്ക് കൊക്കോ പൗഡർ ഇട്ടിട്ട് എല്ലായിടത്തും ഒരുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഡ്രീം കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. പിന്നെ അതിൽ നമ്മൾ മുകളിൽ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലതില്ല, കാരണം ഇതൊരു ക്രീമി ആയിട്ടുള്ള ടെക്സ്റ്റാണ് നമുക്ക് വേണ്ടത്. ഡ്രീം കേക്കിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടാവും, അത്ര എക്സ്പെൻസീവും ഇല്ല, ഇൻഗ്രീഡിയൻസ് ഒന്നും അത്ര വേണ്ട. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ ഒരു മിനിമം 3-4 മണിക്കൂറെങ്കിലും വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതാ 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ക്രീമി ആൻഡ് യമ്മി പുഡിംഗ് ആണ്. എന്തായാലും ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഈ ഡ്രീം കേക്കും അങ്ങനത്തെ ചോക്ലേറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.